ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിച്ചിരുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബാരാമുള്ളയിൽ 2 തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം കൊന്നു തള്ളിയിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ തീവ്രവാദികൾ ഹൂറികളുടെ അടുത്തേക്ക് ഉടൻ തന്നെ ഇന്ത്യൻ സൈന്യം എത്തിക്കുമല്ലേ? തീർച്ചയായിട്ടും അതിന് ഇന്ത്യൻ സൈന്യത്തിന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയും തിട്ടൂരം ആവശ്യമില്ല. പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, കൃത്യമായ തിരിച്ചടി ഇതിന് നമ്മൾ പ്രതികാരം ചെയ്തിരിക്കും എന്ന അർത്ഥത്തിൽ അദ്ദേഹം സൈന്യത്തിന് അതിന് വേണ്ടുന്ന അനുമതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബാരാമുള്ളയിൽ നിന്ന് വരുന്ന വാർത്ത നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ ഭേദിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 2 പാക് ഭീകരരെ കൃത്യമായിട്ടും സൈന്യം വധിച്ചു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി തന്നെ ഈ കാശ്മീർ അതിർത്തിയിൽ കൃത്യമായിട്ടും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ചില ഷെല്ലാക്രമണങ്ങൾ ഉണ്ടായതായിട്ട് വാർത്തകളുണ്ട്. അതായത് ഈ രാത്രിയുടെ ഇരുളിൻ്റെ മറവിൽ ഷെല്ലാക്രമണം നടത്തുക, അപ്പോൾ സൈന്യത്തിൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയും. ആ തക്കത്തിന് അല്ലെങ്കിൽ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുക, അപ്പോൾ സൈന്യം തിരിച്ചു വെടിവെക്കും. ആ തക്കത്തിന് മറ്റേതെങ്കിലും ഒരു ഭാഗത്തുകൂടി അവർ കണ്ടുവച്ചിരിക്കുന്ന ഒരു ഭാഗത്തുകൂടി ഇന്ത്യയിലേക്ക് അതിർത്തി കടന്ന് നുഴഞ്ഞു കയറുക എന്നുള്ളതാണ് ഭീകരർ ഏറെക്കാലമായിട്ട് പാക് ഭീകരർ ഈ ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ ഭീകരർ തുടരുന്ന ഒരു നയം. ഇത് നമുക്കറിയാം. നമ്മളീ പറയുന്നത് പോലെ അതിർത്തിയിൽ മുഴുവനും നമുക്ക് വേലി കെട്ടിയും സൈന്യത്തെ അണിനിരത്തിയും നമുക്കിതിനെ ചെറുക്കാൻ സാധിക്കില്ല. നമുക്ക് അവർ കടന്നു വരും. ഇതിൽ പല സ്ഥലവും നമുക്കറിയാം വനപ്രദേശമാണ്, മലമടക്കുകളാണ്, കൂറ്റൻ മലകളുണ്ട്, പർവ്വതങ്ങളുണ്ട്. അവിടെ കൂടെ നുഴഞ്ഞു കയറി വരുന്ന കാര്യം വലിയ പ്രയാസമാണ്. എങ്കിലും ഈ പാക് ഭീകരർ അവരുടെ അടങ്ങാത്ത ഒരു ആഗ്രഹമാണല്ലോ കാശ്മീർ സ്വന്തമാക്കുക എന്നുള്ളത്. അതൊരു കാലത്തും നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഈ വിറക് വെട്ടുകയും വെള്ളം കോരുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനും പാകിസ്ഥാൻ സൈന്യവും അവരുടെ ചാരസംഘടനയായ ISIയും. അവരുടെ അജണ്ട തന്നെ എങ്ങനെയെങ്കിലും കാശ്മീർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് ഒരു കാലത്തും സംഭവ്യമല്ല എന്ന സത്യം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. എന്തായാലും ശരി, ഇത്തരത്തിൽ നുഴഞ്ഞു കയറാൻ അവർ വലിയ തോതിൽ ഈ കാശ്മീർ, ജമ്മു കാശ്മീരിൻ്റെയും അതുപോലെ തന്നെ പഞ്ചാബിൻ്റെയും അതിർത്തിയിൽ അവർ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ 1000 ശ്രമങ്ങൾ നടത്തുമ്പോൾ പോലും അവർക്ക് ഒന്നോ രണ്ടോ എണ്ണത്തിൽ പോലും വിജയിക്കാൻ സാധിക്കുന്നില്ല എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും നമ്മുടെ സൈന്യം ശക്തമായ തിരിച്ചടി കൊടുക്കുകയും അതിൽ 2 പേരെ വധിക്കുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വന്നിട്ടില്ല. കൂടുതൽ ആൾക്കാർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം കൃത്യമായി കണ്ടെത്താൻ നിലവിൽ ഇന്ത്യയിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ? തീർച്ചയായിട്ടും അത് ഇപ്പോൾ സൈന്യം അത്തരം വിവരങ്ങളൊന്നും, ഇതിപ്പോൾ പോലീസിനേക്കാൾ ഉപരി സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ പറഞ്ഞ പോലെ പഹൽഗാം ഉൾപ്പെടുന്ന കാശ്മീർ പ്രദേശം. ഈ താഴ്വരയിൽ നഗരത്തിൽ ശ്രീനഗറിലും മറ്റുമൊക്കെ പോലീസ് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ജമ്മു കാശ്മീർ പോലീസിന് അതിനുള്ള കരുത്തുണ്ട്, അതിന് വേണ്ടുന്ന പരിശീലനം അവർക്ക് കൊടുത്തിട്ടുണ്ട്. സൈന്യം തന്നെയാണ് അവരെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ അവർക്ക് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കും. പക്ഷേ ഭീകരരുമായിട്ട് ഏറ്റുമുട്ടുക, അവരെ വധിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഭീകരാക്രമണങ്ങൾ തടയുക എന്നുള്ളത് കമാൻഡോ ഓപ്പറേഷനുകളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് സൈന്യവും സൈന്യത്തിലെ പ്രത്യേക വിഭാഗം തന്നെ അതിനുവേണ്ടി നമ്മളെ രൂപകൽപ്പന ചെയ്ത് പരിശീലിപ്പിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അവർ അത് ചെയ്തുകൊള്ളും. അത് ആ ഭാഗത്ത് ഇപ്പോൾ പരിപൂർണമായിട്ടും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിക്കുന്ന ഈ ആക്രമണത്തെ, പഹൽഗാം ആക്രമണത്തെ സംബന്ധിക്കുന്ന കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു എന്ന് തന്നെ കരുതാം. അതൊന്നും സൈന്യം ഇപ്പോൾ പുറത്തുവിടില്ല. ഒരു പക്ഷേ ഇതിൽ പലരും, ഈ 7 അംഗ സംഘത്തിലെ പലരും ചിലപ്പോൾ കസ്റ്റഡിയിലായിരിക്കും, സൈന്യത്തിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. അവരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് മുഴുവൻ ആസൂത്രണത്തിൻ്റെയും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് അത് സൈന്യം മുന്നോട്ട് പോകും. ഉചിതമായ സമയത്ത് അവർ വിവരങ്ങൾ പുറത്തുവിടും, സ്ഥിരീകരണങ്ങൾ കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഈ അഭ്യൂഹങ്ങളും ചില ഊഹങ്ങളും മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഈ ഔദ്യോഗിക വാർത്താ ഏജൻസികളുണ്ട്, പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിടുന്ന ഔദ്യോഗിക ഏജൻസികളുണ്ട്. അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിലവിൽ ഈ സമയം വരെ അവർ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. നമുക്ക് ചില വ്യക്തികളോടൊക്കെ സംസാരിക്കുമ്പോൾ, ഈ ചില ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങളാണ് ദേശീയ മാധ്യമങ്ങളടക്കം പങ്കുവയ്ക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളും കേരളത്തിലേതടക്കമുള്ള പ്രാദേശിക മാധ്യമങ്ങൾ, ഭാഷാ മാധ്യമങ്ങളെല്ലാം പിന്തുടരുന്നതും അത് തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വിവരങ്ങൾ കിട്ടാനുണ്ട്. പക്ഷേ ഉറിയും
ബലാക്കോട്ടുമൊക്കെ നമ്മൾ ഓർക്കണം. സർജിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല നമ്മുടെ കൈവശമുള്ളത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പാകിസ്ഥാനിൽ എന്ത് സംഭവിക്കും എന്ന് ഇന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. അവിടെ അജ്ഞാതൻ്റെ വിളയാട്ടം നമുക്ക് അറിയുന്നതാണ്. എത്രയോ ഈ പറയുന്നത് പോലെ പല പല ലഷ്കർ ഇ തോയ്ബയുടെ പല നേതാക്കളും അവരുടെ പല കമാൻഡർമാരും ഇതിനു മുൻപ് ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായി തിരിച്ചടി നൽകിയതിലൂടെ തന്നെ ഈ കാശ്മീരിൽ സമാധാനം വന്നു തുടങ്ങിയതാണ്. പിന്നീട് എന്തുകൊണ്ടായിരിക്കും ഒരു വീഴ്ചയെ പറ്റിയിട്ടുണ്ടോ? ഇതിനകത്ത് വീഴ്ച എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ഒരു മാധ്യമത്തിനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നത് 24 മണിക്കൂറും 365 ദിവസവും നമുക്ക് ഓരോ പട്ടാളക്കാരനെയും, ഈ വരുന്ന ഓരോ വിനോദസഞ്ചാരിക്കും ഒപ്പം ഓരോ പട്ടാളക്കാരനെയും വിടാൻ സാധ്യമല്ല. അങ്ങനൊരു സുരക്ഷ ഒരുക്കാൻ നമുക്ക് കഴിയില്ല. അതിന് പകരം നമുക്ക് സുരക്ഷ ഒരുക്കാവുന്ന ചില പദ്ധതികളുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ലോകമെങ്ങും അങ്ങനെയാണ്. നമ്മളൊന്ന് ആലോചിക്കണം. ഇസ്രയേലിൽ ഒരു ഈ പറയുന്നത് പോലെ ഒഴിവുകാലം ആഘോഷിക്കാൻ വേണ്ടി 10,000-2000 പേർ ഇസ്രയേലികൾ ഒരു പ്രദേശത്ത് കൂടി. അവിടുന്നാണ് ഹമാസ് ഭീകരർ വന്ന് അവരെ തട്ടിക്കൊണ്ടുപോയത്. അത് ഇസ്രയേലിൻ്റെ വീഴ്ചയാണോ? അത് ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയാണോ? നമുക്ക് പറയാം, ഇൻ്റലിജൻസിനെയൊക്കെ കുറ്റം പറയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1000 ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരെണ്ണമാണ് അങ്ങനെ വിജയിക്കുന്നത്, അല്ലേ? ഒരു വർഷം, ഒരു 365 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവ് എടുത്താൽ 1000 പരിശ്രമങ്ങൾ ഈ ഭീകരന്മാർ നടത്തുന്നുണ്ട്. തീവ്രവാദികൾക്കാണെങ്കിൽ വേറെ പണിയുമില്ല, മതം തിന്നുക, പിന്നീട് മറ്റുള്ളവരെ വിഷം തുപ്പുക, ഈ പറഞ്ഞതുപോലെ നിരപരാധികളെ ആക്രമിച്ച് കൊല്ലുക എന്നുള്ളതല്ലാതെ അവർക്ക് വേറെ പണിയൊന്നുമില്ല. സൈന്യത്തിന് അതുപോലെയല്ല. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്കും നമ്മുടെ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഒന്നും അങ്ങനെയല്ല. അവർക്കൊക്കെ രാജ്യത്തെ പൗരന്മാരുടെ ഉയർച്ച, അവരുടെ വളർച്ച, അവരുടെ മുന്നോട്ടുള്ള പോക്ക്, നമ്മുടെ രാജ്യം വലിയൊരു വികസന കുതിപ്പിലാണ്. ആ സമയത്താണ് ഇത് നടന്നിരിക്കുന്നത്. നോക്കൂ, ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം വലിയ തോതിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയും അമേരിക്കയും തമ്മിൽ ആ അവസരം മുതലെടുത്ത് ഇന്ത്യ അവിടെ അമേരിക്കയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് കൂടുതൽ നമ്മുടെ ആ വ്യാപാര കമ്മിയൊക്കെ കുറച്ച് കൊണ്ടുവന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ അത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ്. അപ്പോൾ അങ്ങനെ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് അമേരിക്കയുടെ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ഇതിനകത്തൊക്കെ വരികൾക്കിടയിൽ വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ പറയുന്നത് പോലെ നമ്മൾ അമേരിക്കയുമായിട്ട് സഹകരിക്കുന്നത് മറ്റു പലർക്കും സുഖിക്കുന്നില്ല. അതിന് ഈ പറയുന്നത് പോലെ പാകിസ്ഥാനും ചൈനയ്ക്കുമൊക്കെ അതൊരു വലിയ ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് അവർ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മളതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എവിടെയോ ഒരു ലൂപ്പ് ഹോൾ കിട്ടി, അതിൽ കൂടെ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. അത് തീർച്ചയായിട്ടും നമ്മുടെ സൈന്യത്തെ സംബന്ധിച്ചും നമ്മുടെ ഭരണാധികാരികളെ സംബന്ധിച്ചും അതവർ കൃത്യമായിട്ടും അതിനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതിന് വേണ്ട നടപടികളെടുക്കും, കൃത്യമായിട്ടും അതിന് പ്രതികാരം ചെയ്തിരിക്കും എന്ന് തന്നെ ഉറപ്പുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് ഒരു ഇന്ത്യക്കാരന് 145 കോടി ഇന്ത്യൻ പൗരന്മാരും അക്കാര്യത്തിൽ വ്യാകുലപ്പെടേണ്ടതില്ല. അക്കാര്യത്തിൽ അവർക്കൊരു സംശയം വേണ്ട. കൃത്യമായ അതിനുള്ള പണി, അതിനുള്ള തിരിച്ചടി കൊടുത്തിരിക്കുമെന്ന് തീർച്ചയാണ്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. ഈ പറയുന്നത് പോലെ ഇനിയും ഇന്ത്യൻ മണ്ണിലേക്ക് നുഴഞ്ഞു കയറി ഈ തീവ്രവാദത്തിൻ്റെ വിത്തുകൾ പാകി, ഭീകരതയുടെ വിത്തുകൾ പാകി അതിൽ നിന്ന് നേട്ടം കൊയ്യാമെന്ന് പാകിസ്ഥാൻ കരുതണ്ട. അത് ആത്യന്തികമായി പാകിസ്ഥാൻ്റെ സർവനാശത്തിലേക്ക് കലാശിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ സൈന്യവും നമ്മുടെ ഭരണാധികാരികളും അതൊന്നും വകവെച്ചു കൊടുക്കില്ല. അല്പം പോലും ഇതിന് ആ പറയുന്ന അത്തരത്തിലുള്ള ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഭാരതത്തിൻ്റെ മണ്ണ് ഇനി ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിവിടെ വേരുപിടിക്കില്ല, അതിവിടെ വളരില്ല. അതിന് വെള്ളവും വളവും കൊടുക്കാൻ ശ്രമിക്കുന്നവർക്കും തിരിച്ചടി തന്നെയായിരിക്കും ഫലം.